ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന, ദൈവവചനം വായിക്കുന്ന എല്ലാ മക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ, പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം 162 തിരുവചനം. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. ദൈവവചനം വായിക്കുകയും ദൈവവചനം ശ്രവിക്കുകയും ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നവർ, അവർക്കുള്ള ആനന്ദം എങ്ങനെയുള്ളതാണെന്നാണ് സങ്കീർത്തനയിലൂടെ കർത്താവ് നമ്മൾക്ക് വെളിപ്പെടുത്തുന്നത്. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് സമ്പത്ത് കടന്നു വരികയും അനുഗ്രഹങ്ങൾ പെരുമഴ പോലെ വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ആനന്ദിക്കുന്നുവോ അതിനേക്കാട്ടിൽ ഇരട്ടിയാണ്, അതിനേക്കാട്ടിൽ ശക്തമായ ആനന്ദമായിരിക്കും ദൈവവചനം വായിക്കുകയും ശ്രവിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകുന്നു. സ്വർഗം അവരെക്കുറിച്ച് സന്തോഷിക്കും. പിതാവായ ദൈവം അവരെക്കുറിച്ച് സന്തോഷിക്കും. കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും എത്തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാകുന്നതിനെ ഓർത്ത് നിങ്ങളുടെ സൃഷ്ടാവായ കർത്താവ് സന്തോഷിക്കും. സ്വർഗത്തിൻ്റെ സന്തോഷം നിങ്ങളുടെ മേൽ പകരുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെയുള്ള ഒരു സന്തോഷമായി മാറും. അങ്ങനെ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലും ഇന്നു മുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.